ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രിയിൽ ആധുനിക സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതിയ ശീതീകരിച്ച കാഷ്വാലിറ്റി വാർഡ് തുറന്നു. ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രി ഏറ്റവും മനോഹരമാക്കി ആധുനികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 90% നിർമ്മാണ പ്രവർത്തനങ്ങളും ആശുപത്രിയിൽ പൂർത്തിയായി കഴിഞ്ഞു. ആദ്യത്തെ AC ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിച്ച ആശുപത്രിയിൽ പക്ഷേ സർജന്റെ പോസ്റ്റ് കൊല്ലത്തേക്ക് മാറ്റിയതിനു ശേഷം തിരിച്ചെത്തിയിട്ടില്ല. ഓർത്തോയുടെ പോസ്റ്റ് തലശ്ശേരിയിലേക്ക് മാറ്റിയതിനു ശേഷം തിരിച്ച് ആ പോസ്റ്റിലേക്ക് ആളെ വെച്ചിട്ടില്ല എന്നുള്ളത് ഇത്രയും മനോഹരമായി ആശുപത്രി മാറുമ്പോഴും ഒരു തടസ്സമായി നിൽക്കുകയാണ്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ആവശ്യമായി വേണ്ട പോസ്റ്റുകൾ അടിയന്തരമായി അനുവദിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ആവശ്യപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും മനോഹരമായ രീതിയിലും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലും ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാകെ പോരായ്മ ഉള്ളത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലുള്ളത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ സർജൻ്റെ പോസ്റ്റ് നേരത്തെ ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ട് ആ പോസ്റ്റ് തിരിച്ചു കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ തലശ്ശേരിക്ക് മാറ്റിക്കൊണ്ടുപോയിട്ട് അതും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ആ രണ്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അതിൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം അവിടെ വേണ്ടെന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള കൂട്ടത്തിൽപ്പെട്ടാണ് ഓർത്തോ വിഭാഗവും സർജറി വിഭാഗവും. ഏറ്റവും നല്ല രീതിയിലുള്ള തിയേറ്റർ, ഓപ്പറേഷൻ എയർ കണ്ടീഷൻ തിയേറ്ററിൽ നിന്നും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്കതിനകത്ത് പറയാനുള്ളത്, ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്തതുപോലെ MLA യും MPയും മേയറും അടക്കം കൈകോർത്തതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ 2 പോസ്റ്റും തിരിച്ചു കൊണ്ടുവന്ന് മട്ടാഞ്ചേരിയിലെ ജനങ്ങൾ ഏപ്രിൽ അവസാനത്തോടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശീതീകരിച്ച പുതിയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന ഭാഗം ജെനിയാറ്റിക് വാർഡായി മാറ്റുകയാണ്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള 60 വയസ്സ് പിന്നിട്ടവർക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ വാർഡ് ഒരുക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ആരംഭിച്ച ഡയാലിസിസ് സെന്ററിൽ 8 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ BPCLന്റെ സഹകരണത്തോടുകൂടി പുതിയ 8 യൂണിറ്റുകൾ കൂടി ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 100 രൂപയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ഒരു ദിവസം 30 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇപ്പോൾ തന്നെ 25,000 ഡയാലിസിസുകൾ ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രിയിൽ പിന്നിട്ടു. പീഡിയാട്രിക് വാർഡിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ന്യൂബോൺ ICയുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലേക്കാണ്. പേ വാർഡ് നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസവ സംവിധാനത്തിനും ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് 60ഓളം പ്രസവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ MRI CT സ്കാൻ സംവിധാനം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. IBADNMBയുടെ 1.5 കോടി രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ചെല്ലാനം ബീച്ച് റോഡ് എന്നീ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ ഏറെ ആശ്രയിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ. അവിടെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള കൊച്ചി നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഏതാണ്ട് 90% അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പുതിയ കാഷ്വാലിറ്റി, പുതിയ എയർ കണ്ടീഷൻ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ രീതിയിലുള്ള കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കാരണം നിലവിൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന സ്ഥലം അവിടെ ജെറിയാറ്റിക് വാർഡ് എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള പ്രത്യേക OP, പ്രത്യേക വാർഡ്, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുള്ള മറ്റുള്ള ഫിസിയോതെറാപ്പി സംവിധാനം, ഏറ്റവും ആധുനിക മോഡലുള്ള ഫിസിയോതെറാപ്പിയുടെ മെഷീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി യൂണിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏതാണ്ട് 1 മാസം കൊണ്ട് പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ആരംഭിച്ച ഡയാലിസിസ്
സെൻറ്റർ. 8 യൂണിറ്റാണ് നേരത്തെ നിലവിലുണ്ടായിരുന്നത്. അതിനുശേഷം BPCL സഹകരണത്തോടുകൂടി പുതിയ 8 യൂണിറ്റുകൾ വാങ്ങി അതിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. വെറും 100 രൂപയ്ക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 30 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം അടുത്തതിനോട് ആരംഭിക്കും. ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ 25,000 ഡയാലിസിസ് ഓൾറെഡി കഴിയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള പീഡിയാട്രിക് വാർഡ്, 40 ബെഡിൻ്റെ പീഡിയാട്രിക് വാർഡ്, കുട്ടികൾക്കുള്ള പീഡിയാട്രിക് വാർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ്. ന്യൂബോർൺ ICUവിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 13 റൂമുള്ള ഏറ്റവും നല്ല സംവിധാനത്തോടു കൂടിയുള്ള വാർഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രസവ സംവിധാനങ്ങൾ, ഏതായാലും ഇന്ന് ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു മാസം 60ഓളം പ്രസവങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.